ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ആട് 3ക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. പോകുന്ന പോലെ ചളിയങ്കോട് എന്ന സ്ഥലത്ത്, മലപ്പുറം തൊട്ടപ്പുറമുള്ള ചളിയങ്കോട് എന്ന സ്ഥലത്ത് അവർ പെരുന്നാളായതുകൊണ്ട് മുന്തിരി ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും ഒന്ന് വാങ്ങിച്ച് കുടിച്ച്. എല്ലാ കൊല്ലവും കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ കൊല്ലവും ഇവിടുന്ന് കുടിക്കാറുമുണ്ട് കേട്ടോ. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇവരിത് കൊടുക്കാറ്. അങ്ങനെ ജ്യൂസ് കുടിച്ച് ബാക്കി വേസ്റ്റുള്ള ഗ്ലാസ് ഞാൻ അവിടെ ഉള്ളൊരു വേസ്റ്റിൻ്റെ കൊട്ടയിലോട്ട് കവറിലോട്ട് ഇട്ടിട്ട് അവിടുന്ന് നേരെ ഞാൻ സുഹൃത്തും വഴി കാസർഗോഡേക്കാണ് കേട്ടോ എന്നെ പിടിക്കുന്നത്. അതൊക്കെ ഇവിടുന്ന് നേരെ ഇനി കാസർഗോഡേക്കാണ്. അങ്ങനെ നമ്മൾ പ്രസ് ക്ലബിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ അവസാനം തിയേറ്ററിലെത്തി. ഒരു സുഹൃത്തിന് വേണ്ടിയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നത് നമ്മളിവിടെ. അങ്ങനെ നമ്മളിപ്പോൾ സിനിമ കാണാൻ വന്ന തിയേറ്റർ മൂവി മാക്സ് ആണ്. മൂവി മാക്സ് അത് മെഹബൂബ് തിയേറ്ററിൻ്റെ തൊട്ടപ്പുറത്തുനിന്നുള്ള കാസർഗോഡ് ടൗണിലുള്ള മൂവി മാക്സ് തിയേറ്ററാണ്. ഇപ്പോൾ മൂവി മാക്സിലോട്ട് തിയേറ്ററിലോട്ട് നമ്മൾ വേഗം പോകുന്നുണ്ട്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. ഓൺലൈനല്ല, ഓഫ്ലൈനായിട്ട് വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോയതാണ്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ കുറച്ച് അത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ഏപ്രിൽ 2 ഇറങ്ങേണ്ട വാഴ 2യുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല ക്രൗഡായിരുന്നു. എന്നുവെച്ചാൽ പിറ്റേ ദിവസം പെരുന്നായിട്ടും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ നമ്മളെ ആട് 3യുടെ പോസ്റ്ററൊക്കെ കണ്ടോ. നമ്മളെ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ് കേട്ടോ. അടുത്തേക്ക് ടിക്കറ്റ് മുറിച്ച് നമ്മൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് സീറ്റ് തപ്പി സീറ്റ് കണ്ടുപിടിച്ച് സീറ്റിലോട്ട് അങ്ങനെ ഇരുന്ന് പടം അവിടെ തുടങ്ങിയിട്ട് ഞാൻ അതിനുശേഷം ഒന്നും ഷൂട്ട് ചെയ്തിരുന്നില്ല. ഞാൻ പടം കഴിഞ്ഞ്. പടം എങ്ങനെയുണ്ട് വെച്ചാൽ, പടം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ റിവ്യൂ നിങ്ങളൊന്ന് കണ്ടു. നമ്മളിപ്പോൾ കണ്ട ആട് 3 എങ്ങനെയുണ്ട്? ഒന്നുകൂടി പോകണം. ഇപ്പം കണ്ടത് എങ്ങനെയാണ്? തിരക്കേടില്ല. കഥയിലോട്ടൊന്ന് ഉളകി തന്നെ വരുമ്പോഴേക്കും അതങ്ങോട്ട് തീർന്നു കളഞ്ഞു. താങ്കൾക്കും 2 വർഷം കാണേണ്ടതുണ്ട്? അങ്ങനെ ആയിക്കോ, 2 വർഷം കാണേണ്ടത്. തീർച്ചയായും. ഓക്കെ.